ഹലോ ഗുഡ് ഈവനിങ്. ഒന്നും കൂടെ ഒഫീഷ്യലായിട്ട് ഗുഡ് ഈവനിങ് പറയാണ്. എന്തൊക്കെയുണ്ട്? നമ്മളെ ജസീറ മാം വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. താങ്ക് യു മാം. ഇപ്പൊ നമ്മളെ യുണീക് ടോക്ക് 67 ആണല്ലേ ഇന്ന്. 67 ആഴ്ചകളായി നമ്മൾ ഓരോ വിഷയങ്ങളിൽ ഇങ്ങനെ ഈ സംസാരിച്ചു വരികയാണ്. നമ്മളും പഠിക്കുന്നുണ്ട്, നിങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മളെ യുണീക് ടോക്ക് എപ്പോഴും ആ ഒരു ഷെയറിംഗ് രീതിയിലാണ് പോകാറുള്ളത്. നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയും, നിങ്ങളും അതുപോലെ നിങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കാറുണ്ട്, ലെസൺസ് എടുക്കാറുണ്ട്. ഇങ്ങനെ അടിപൊളിയായി പോകുന്നൊരു കമ്മ്യൂണിറ്റിയാണല്ലോ യൂണിക് ടോക്ക്. ഒരുപാട് പുതിയ പേരുകൾ കണ്ട സമയത്ത് ഞാൻ ജസ്റ്റ് യൂണിക് ടോക്ക് എന്താണെന്നില്ല ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ റിക്വസ്റ്റ് ചെയ്ത പോലെ യാത്രയിലും മറ്റു തിരക്കിലൊന്നും അല്ല എങ്കിൽ വീഡിയോ മോഡിൽ വരും കേട്ടോ. എന്തായാലും 7, 7:30 അല്ലെങ്കിൽ അപ്പോൾ ഒരു 8, 8:15 സമയം നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താണല്ലോ നിങ്ങളുടെ സെൽഫിലേക്കുള്ള എന്തൊക്കെയോ ഗ്രോത്ത് ആഗ്രഹിച്ചിട്ട്. എനിക്ക് ഇങ്ങനൊന്നും പോയാൽ പോരാ, ഒന്നും കൂടി അടിപൊളിയാവണം, കുറെ കൂടെ വിജയങ്ങൾ എൻ്റെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യണം, അങ്ങനൊക്കെ ഒരു ഇന്റൻഷനിലാണല്ലോ നിങ്ങൾ ഈ ഒരു ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ. ബാക്കി എന്തോ ആവട്ടെ. അപ്പോൾ ഇവിടെ 100% കൊടുക്കാന്നില്ലല്ലേ. നമ്മള് മുബ്സി മാം വന്നിട്ടുണ്ട്. താങ്ക് യു മാം. പോകുന്നത് നമ്മളെ ടോപ്പിക് ആരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്ന് പോസ്റ്റർ നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. അതിന് രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്ന ഇതുവരെയും നിങ്ങൾ ആരും ക്ലാസ് കേൾക്കാത്ത ഒരാളാണ്, നമ്മൾ സ്റ്റുഡന്റ് ഒന്നുമല്ല, ഞാൻ പറയാം. പിന്നെ നമ്മൾ എഡിറ്റർ യാത്രേന്റെ കുറച്ച് തിരക്കിലാണ്, അതാണ് പോസ്റ്റർ ഒന്നും കാണാതിരുന്നത്. കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ന്യൂ ഇയർ ആയി പുതിയ വർഷമൊക്കെയായി കുറേ ഗോൾസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഇത്തിരി ഗോൾ ഉണ്ടാവും, മേ ബി ജിമ്മിൽ പോകണം, എൻ്റെ വെയിറ്റ് കറക്റ്റ് ആക്കണം. പിന്നെയുള്ള ഗോൾ ഉണ്ടാവും, എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങണം. പിന്നെയുള്ളതുണ്ടാവും, മടി പിടിക്കാണ്ട് കാര്യങ്ങൾ ചെയ്തു പോകണം, പഠിക്കേണ്ടെന്നൊക്കെയല്ല. അങ്ങനെ നമ്മളെ കൊണ്ട് എത്തിയ മറ്റേ നമ്മൾ കുറേ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന കുറേ ഗോൾസ് ഉണ്ടാവും, എത്താൻ പറ്റാത്ത നമ്മൾ ഹെക്റ്റിക്കായി കൊണ്ടെടുക്കുന്ന ഒരുപാട് ഗോൾസ് ഉണ്ടാവും. ആ ഗോൾസിലേക്ക് എത്താനുള്ളൊരു സംഭവമാണ് നമ്മൾ ഇന്ന് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു അതിനെ എത്താൻ നമുക്ക് ആദ്യം മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബെറ്റർ മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെല്ലാ സിറ്റുവേഷൻസിലും നമ്മളെ ഗൈഡായാലും അഫ്സൽസറിലും ഒക്കെ പറയാറുണ്ട്, നമ്മളെ ലൈഫ് ഒരിക്കലും ഡൗൺ ആയി പോവില്ല എന്നോ, അല്ലെങ്കിൽ ലൈഫിൽ കുറെ കുറെ നെഗറ്റീവോ അല്ലെങ്കിൽ സിറ്റുവേഷൻസോ വരില്ല എന്നോ, ഇതൊന്നും നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ല. പക്ഷേ വരുന്ന സിറ്റുവേഷനെ എങ്ങനെ നമ്മളെ ഉള്ളിലേക്ക് എടുക്കണം എന്നുള്ളത് നമ്മളെ കയ്യിൽ എടുക്കുന്ന കാര്യമല്ലേ. നമ്മളെ ചുറ്റുമുള്ള മനുഷ്യരുടെ ഇമോഷൻസോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നുള്ള ആക്ഷൻസ് ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. പക്ഷെ നമ്മൾ എന്ന വ്യക്തി ഒരു കാര്യത്തിനെ സ്വീകരിക്കുന്നത്, ഒരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാറ്റം വരുത്താലോ. അപ്പൊ അതിനുള്ള ഒരു ഹെൽത്തി മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ സെഷനിൽ കവർ ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനു വേണ്ടി ചെയ്യാൻ പറ്റും, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒക്കെ. അപ്പൊ എന്ത് സെഷൻ എടുക്കുന്നത് ഞാനോ അഫ്സൽ സാറോ ആരും അല്ല. നേരത്തെ വീഡിയോ റിഫ മാം അല്ലേ? ഓക്കെ, നമ്മൾ റിഫ മാം ആണ്. ആള് നമ്മുടെ ടീം മെമ്പർ ആണ്. ഏകദേശം 6 മാസത്തിന്റെ അടുത്തുള്ളായിട്ട് അമ്മയുടെ കൂടെ ഉണ്ട്. സെയിൽസിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒരു വയസ്സുള്ള മോളുടെ ഉമ്മയാണ്. മുന്നേ ട്രെയിനറായി സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുണ്ട്, വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെഷൻ തന്നെ റിഫ മാം ഹാൻഡിൽ ചെയ്യും. ആളെ ഫസ്റ്റ് സെഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് സപ്പോർട്ടും കൊടുക്കാം. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരാം. എന്തായാലും ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്ന മുന്നേ നമ്മൾ 3 കാര്യങ്ങൾ എല്ലാ സെഷൻസിലും പറയാറുണ്ട്. ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റ് ആയിട്ട് നമ്മൾ എല്ലാ സെഷൻസിലും എവിടെ പോകുമ്പോഴും ശ്രദ്ധിക്കാം. കാരണം കുട്ടികൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഇല്ലേ, എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതെങ്ങനാവും, അതെങ്ങനെയാ സംഭവിക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു മെന്റാലിറ്റി പതിയെ നമ്മൾ ശ്രമിച്ചു നോക്കാം. ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ്, ജഡ്ജ്മെന്റ് സൈഡിലൊക്കെ അറിയാതെ പോകും. എന്നിരുന്നാലും ബോധപൂർവം ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോവുക. അതിന് ഞാൻ ജഡ്ജ് ചെയ്യില്ല എന്നൊക്കെയുള്ള ഇന്റൻഷനിൽ ഇരിക്കാം. ഇപ്പോഴും ഒരു നിറഞ്ഞ കപ്പാവാതെ കൂടുതൽ സ്വീകരിക്കാനില്ല. ഇനിയും എന്തൊക്കെയോ എനിക്ക് അറിയാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്നുള്ള ആ ഒരു ഇന്റൻഷനിൽ ഇരിക്കുക. സിമ്പിളി ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് പൊസിഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കുറെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാവാൻ മേ ബി കുറെ കഴിവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി നിർത്തി ഒരു സിമ്പിൾ ആയിട്ടില്ല, കുറെ കുറെ ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ റെഡി ആയിട്ടില്ല ഒരു മണ്ണോട് കൂടി ഇരിക്കുക. ഇന്ന് ഞാൻ ഇൻട്രോ കുറച്ച് അധികം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. കഴിഞ്ഞ വീക്കിൽ ഞാൻ ഇല്ലായിരുന്നു, ആ ഒരു ക്ഷീണം കൂടെ തീർത്തതാണ്. ഇനി ഒരുപാട് സന്തോഷം. കുറെ ആൾക്കാരൊക്കെ നേരത്തെ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. ഇനിയില്ല, ഞാൻ ലാഗ് അടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മൾ റിഫമ്മോട് വെയിറ്റിംഗ് ആണ്, ആള് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്ക് ഹാള ഹാൻഡ് ഓവർ ചെയ്യാലോ. വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് വെൽക്കം. കൂടെ എങ്ങനെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളടുത്ത് നമ്മൾ വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. ടൈം അവിടെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തല്ലോ. ഒരുപാട് സന്തോഷം. താങ്ക് യു റിഫമ്മ, വെൽക്കം. താങ്ക് യു മിസ്ന, താങ്ക് യു നല്ലൊരു ഇൻട്രോ പറഞ്ഞതിന്. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈൻഡ് സെറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ, അതായത് ഒരു മൈൻഡ് കാര്യങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് പോണത്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനായ മാം ആയിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു മൈൻഡ് ഡൗൺ ആവണതും അതേപോലെ എങ്ങനെയാണ് ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നതും അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഫസ്റ്റ് തന്നെ മാക്സിമം വീഡിയോ മോഡിൽ വന്നിരിക്കുക. തിരക്കുകളില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ മോഡിൽ വന്നിരിക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ അൺമ്യൂട്ട് ആക്കിയിട്ട് നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷനും കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ നിങ്ങളെ ഭാഗത്തുനിന്നും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സഹകരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഞാനൊരു കഥയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആള് പ്രഗ്നൻസി ടൈമില്, നമ്മൾ പ്രഗ്നൻസി ടൈം എന്ന് പറയുമ്പോൾ പൊതുവേ മെന്റൽ ഹെൽത്ത് ആണ് 90% രോഗങ്ങൾക്കുള്ള കാരണം എന്നാണ് അല്ലെ. അതായത് മൈൻഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിലാണ് 90% രോഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പൊതുവെയുള്ള പഠനത്തിന്റെ കണ്ടെത്തല്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് പ്രഗ്നൻസി ജേണിയില് ആള് സ്കാനിങ്ങിലോ കാര്യങ്ങളോ പ്രത്യേകിച്ച് ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം അവള് 6.5 മാസത്തില് പ്രസവിക്കുകയാണ്. അതായത് കുട്ടിനെ പുറത്തെടുക്കുകയാണ്. കാരണം നമ്മളെ മൈൻഡിന്റെ ഉള്ളിലുള്ള റിഫ്ലക്ഷൻ ആണ് നമുക്ക് ആ പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പോ അങ്ങനെ അല്ലാന്ന് ആർക്കെങ്കിലുമൊക്കെ പറയാനുണ്ടോ? അതിനോട് യോജിക്കുന്നുണ്ടോ? ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടോ പറയണം കേട്ടോ. ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ ഇതിലിപ്പം ലേഡീസ് ഉണ്ടാവും, അതേപോലെ ജെന്റ്സും ഉണ്ടാവും. അവർക്കറിയാം പ്രഗ്നൻസി ജേണി കാര്യങ്ങളൊക്കെ, അതേപോലെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അല്ലേ. അപ്പോ ആൾ 6.5 മാസത്തിൽ പ്രസവിക്കുകയാണ്. എന്നിട്ട് ആൾക്ക് ഉണ്ടാവുന്ന കുട്ടി ഒരു സ്പെഷ്യൽ ചൈൽഡ് ആണ്. പക്ഷെ പ്രത്യേകിച്ച് സ്കാനിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ കേൾക്കുന്നില്ല അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ ചൈൽഡ് ആണ് ആൾക്ക് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു മൈൻഡിൽ വരുന്ന ടെൻഷന്, സ്ട്രെസ് കാര്യങ്ങളൊക്കെ നമ്മളെ ഉള്ളിലുള്ള കുഞ്ഞിനും അതേപോലെ തന്നെ നമ്മളെ മൊത്തത്തിലായിട്ടും ബാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ബ്ലഡ് സർക്കുലേഷനിലും കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ചൈൽഡ് ആയിട്ട് മാറുകയാണ്. അപ്പൊ അത് നടന്ന കാര്യമാണ്. എന്റെ ഫ്രണ്ടിന്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത് പ്രഗ്നൻസി ജേർണിയിൽ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ നമ്മളെ മൈൻഡ് ഓക്കെ അല്ലാഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കറിയോ കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മളെ വർക്ക് കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പെർഫെക്ഷൻ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഒരു കംപ്ലീറ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് പറയണേ, അല്ലാന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. അതായത് നമ്മളെ മൈൻഡ് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. എത്തിക്കാൻ പറ്റില്ല. ഓക്കെ. നമ്മളിപ്പം മൈൻഡ് ഡൗൺ ആയിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എവിടെയെങ്കിലൊക്കെ കൊണ്ട് ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ നല്ലൊരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് സെറ്റ്. ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലാണ് നമ്മളെ ബോഡി ഹെൽത്തും കാര്യങ്ങളും നല്ല രീതിക്ക് പോവുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും സ്പിരിച്വാലിറ്റി കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല രീതിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെന്റൽ ഹെൽത്ത് ഓക്കെ ആവണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിന്തകളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നല്ലേ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷെ അതേ ചിന്തകളാണ് നമ്മളെ ആ ഒരു ഡിപ്രഷൻ, അതേപോലെ സ്ട്രെസ്, ആൻസൈറ്റി കാര്യങ്ങളിലൊക്കെ എത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? ഹലോ. ഓക്കെ. യെസ്. ആണോ? ഓക്കെ. അപ്പൊ ഈ 2 തരത്തിലുള്ള ചിന്തകളുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളുണ്ട്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കാരണമാണ് നമുക്ക് ചുറ്റുമുള്ള ലൈറ്റ്, ഫാന്, അങ്ങനെ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഫോണ്, അങ്ങനെ എല്ലാം ആ ഒരു ചിന്തയിൽ നിന്ന് ഉദിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു മൈൻഡിന്റെ ആ ഒരു മൈൻഡ് മൂഡ്, അതായത് മൈൻഡ് ആ ഒരു ഔട്ട് ആവുന്ന ഒരു സ്റ്റേറ്റ് വരാറില്ലേ. അതായത് ഡിപ്രഷന് കാര്യങ്ങളിലൊക്കെ എത്തിക്കുന്നത് മൈൻഡിന്റെ സ്റ്റേറ്റ് തന്നെയാണ്, അതായത് ചിന്തകൾ തന്നെയാണ് എന്നാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തില് ഒരു കൊതുക് കടിച്ചാൽ നമ്മൾ എന്താ ചെയ്യാറ്? ഒന്ന് പറയണേ. നമ്മൾ കൊതു കടിച്ചാൽ നമ്മൾ എന്താ ചെയ്യാറ്? നമുക്ക് അതിനെ മാന്തി വലിയ മുറിയാക്കാനുള്ള ഒരു ടെൻഡൻസി വരും അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ ഫസ്റ്റ് ചെയ്യാറ്? ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ മാന്തിയിട്ട് അത് വലിയ മുറിയാക്കുകയെ ചെയ്യാ. ഇതേപോലാണ് മനസ്സിലെ മുറിവുകളും. ചിലപ്പോൾ നമ്മളോട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അത് ചിന്തിച്ച് ആളി കത്തിക്കും. എന്നിട്ടോ നമ്മൾ അതിൽ നീറി അങ്ങ് ജീവിക്കുകയാണ്. നമ്മൾ ആ ഒരു എൻഡിങ് വരെ നീറി അങ്ങ് ജീവിക്കുകയും ചെയ്യാം. പക്ഷെ ചെയ്ത ആൾക്കാര് അവര് ഒരു കൂസലും ഇല്ലാതെ പഴയ പോലെ നടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മൈൻഡിൽ ആ കാര്യങ്ങൾ ഇട്ടിട്ട്
നമ്മളെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദനകളും മുറിവുകളും ഒക്കെ നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ, അല്ലേ? ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ടിയിട്ടാണ് ഫോർഗീവ് ചെയ്യേണ്ടത്, അല്ലേ? നമുക്ക് വേണ്ടി ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന ലെവലിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം നമ്മളത് ഉള്ളിൽ വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു ഭാരം മാത്രമാണ്. നമുക്ക് നല്ല രീതിയിൽ അതൊരു ഭാരം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇതാണ് മൈൻഡ് സെറ്റ്. അതായത് ഹെൽത്തി, എങ്ങനെ നമുക്ക് ആ ഒരു ഡിപ്രഷൻ ലെവലിൽ നിന്ന് മാറാം, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു കാര്യം മാത്രമാണ്. ഇനി എങ്ങനെ നമുക്ക് ഹെൽത്തി മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോവാന്നുള്ളത് നോക്കാം. നിങ്ങളൊക്കെ ദിവസം എത്ര മണിക്കാണ് രാവിലെ എഴുന്നേക്കാറ്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. 6 മണിക്ക്, ഓക്കെ, 8 മണിക്ക്, ഓക്കെ 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 ഓക്കെ. റോബിൻ ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറയുന്നത്? 5 മണിക്ക് എഴുന്നേൽക്കുന്നതിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളാണ് ആ ഒരു പുസ്തകത്തിൽ ഉടനീളം പറയുന്നത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. 5 AM ക്ലബ്, റോബിൻ ശർമ്മ 5 AM ക്ലബ് കേട്ടോ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയി ചെയ്തു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു ശീലം പിന്നെ നമ്മൾ ഉപേക്ഷിക്കൂല എന്നുള്ളതാണ്. കാരണം ആ ഒരു ടൈം എന്നുള്ളത് ചുറ്റുമുള്ള ആ ഒരു സകല ജീവികളാണെന്നുണ്ടെങ്കിലും എല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ശീലിക്കുക. ആ ഒരു സമയത്തിനെ പറയുന്ന പേരാണ് ക്രിയേറ്റീവ് ടൈമിംഗ് എന്നുള്ളത്. ക്രിയേറ്റീവ് ടൈമിംഗ് എന്നാണ് ആ ഒരു സമയത്തിനെ പറയാ. അപ്പൊ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് ശീലിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുന്നേക്കാൻ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരു ദിവസം ആ ഒരു കംഫേർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും കാര്യങ്ങളൊക്കെ റിലാക്സ് ചെയ്യാനും അതേപോലെ തന്നെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ കുറക്കാനും വേണ്ടി, അതേപോലെ നമുക്ക് പുതിയതായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചിന്തകള് നമുക്ക് അതിൽ നിന്നും വരുന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ആ ഒരു രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളും കേട്ടോ. പിന്നെ അടുത്ത കാര്യം പറയുന്നത്, നമ്മളിപ്പോ ഓരോ ദിവസവും മെന്റൽ ഹെൽത്തിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്താണ്? സ്പിരിച്വാലിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പൊ സ്പിരിച്വൽ ലൈഫ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവാന് നമ്മൾ ഈ ഒരു രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, അതോടൊപ്പം തന്നെ ദിവസവും പ്രയറോടുകൂടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ റിലീജിയനിലായാലും, മുസ്ലിംസിലാണെന്നുണ്ടെങ്കിലും ഹിന്ദുസിലാണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻസിലാണെന്നുണ്ടെങ്കിലും പ്രയറിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലേ? ശരിയല്ലേ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സോ, ഓക്കെ. പ്രയറിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തഹജുദ്, അതേപോലെ സുബഹി, ക്രിസ്ത്യൻസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? അതേപോലെ അമ്പലത്തിലൊക്കെ നേരത്തെ 5 മണി 5:30 ആ ഒരു ടൈമിംഗ് ആകുമ്പോഴേക്കും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ടൈമിംഗ് എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ക്രിയേറ്റർ ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. നമ്മളും ക്രിയേറ്ററും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് നമ്മളെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കും എന്നൊക്കെ പറയാറില്ലേ? തഹജ്ജുദ് ആയാലും സുബഹി ആയാലും ബാക്കിയുള്ള റിലീജിയൻസിന്റെ ആണെന്നുണ്ടെങ്കിലും കേട്ടോ. അപ്പോ ആ ഒരു സമയത്ത് നേരത്തെ എഴുന്നേറ്റ് പ്രയറോട് കൂടിയിട്ട് ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ചെറിയ ചെറിയ ശീലങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്നിരുന്നാലും ആ ഒരു ജഡ്ജ്മെന്റ് സ്റ്റേറ്റ് ഇല്ലാതെ കേട്ടിരിക്കുക. അതേപോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ കാര്യം മെഡിറ്റേഷനോട് കൂടിയിട്ട് ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ ചുറ്റുമുള്ള ഒരുപാട് ഓവർ തിങ്കിങ്ങും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മളെ മൈൻഡ് ഉണ്ടാവുക. ആ ഒരു സ്റ്റേറ്റിൽ നിന്നും നമ്മൾ ഭയങ്കര മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നതിനാണ് നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളും പറയാ. ഒരുപാട് നേരം ഒന്നും ചെയ്യണ്ട,
ദിവസം 5-10 മിനിറ്റ് മാത്രം മെഡിറ്റേഷൻ ചെയ്യും. ആ ഒരു സമയമെങ്കിലും മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെച്ചാൽ മതി കേട്ടോ. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് നമ്മളെ നേച്ചർ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാനും കുറെ മുറിവുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാനും അതേപോലെ ആ ഒരു അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. സ്ട്രെസ്, ആൻസൈറ്റി, അതേപോലെ തന്നെ നേച്ചർ ആയിട്ടുള്ള ഒരു കണക്ഷന് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനും നമ്മളെ ഈ ഒരു മെഡിറ്റേഷൻ എന്നുള്ളത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാറുണ്ടോ? ചെയ്യുന്നവരുണ്ടോ? ഓക്കെ. എന്തായാലും അതൊരു 5 മിനിറ്റ് എങ്കിലും കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത്രയും നമ്മളെ ലൈഫിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് മിക്കവരും ചെയ്യുന്നവരായിരിക്കും. അതെ, പ്രയർ മെഡിറ്റേഷൻ ആണ്. ഓക്കെ, ശരിയാണ്, പ്രയർ മെഡിറ്റേഷൻ ആണ്. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ഒരു 5 മിനിറ്റ് മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെക്കുക. അതായത് നമ്മൾ നേച്ചർ ആയിട്ട് ഒരു കണക്ഷനും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടും. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ആ ഒരു വിറ്റാമിൻ ഡി, ആ ഒരു ലൈറ്റ് കൊള്ളുമ്പോൾ ആ ഒരു പ്രകാശത്തിലൊക്കെ, ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള പ്രകാശത്തിലൊക്കെ ഇരുന്നിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് കാമാക്കുന്ന ആണ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ മാം. ഓക്കെ, നമ്മൾ മൈൻഡ് 5 മിനിറ്റ് എങ്കിലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിലും അതേപോലെ തന്നെ കിടക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂറിനുള്ളിലെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കാര്യം, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചാനലിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ചിലവര് കുറെ അനുഗ്രഹങ്ങളൊക്കെ എഴുതിയവരുണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരില്ലേ? ചെയ്യുന്നവരുണ്ട്. ഓക്കെ ഓക്കെ. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളതൊന്ന് പറയൂ നിങ്ങള്. കാരണം ഞാൻ തന്നെ സംസാരിച്ച് എനിക്ക് ഒരു ഇതായി. അപ്പോ എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളത്? മെഡിറ്റേഷൻ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു മിനിറ്റ് കേട്ടോ. അതെ, ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ നമ്മൾ തന്നെ പല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെഡിറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ബാക്കി ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. മെഡിറ്റേഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ഒക്കെ ആണ്. അത് നമ്മളെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് തരും കേട്ടോ. പിന്നെ അതേപോലെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഗൈഡഡ് മെഡിറ്റേഷൻ എല്ലാം ചെയ്യണമെന്നില്ല. ജസ്റ്റ് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ടും ഒരു മെഡിറ്റേഷൻ ആണ്. അതായത് നമ്മൾ പുറത്തൊക്കെ ഇരുന്നിട്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് വലിക്കുക എടുക്കുകയൊക്കെ ചെയ്യൂലേ, അതും ഒരു മെഡിറ്റേഷൻ ആണ് കേട്ടോ. മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ലെവലിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ അടുത്ത കാര്യം എന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഭയങ്കര ഇമ്പാക്ട് കൊണ്ടുവരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പേര് മറ്റേ പോസ്റ്റിന്റെ അടിയിലും ഒക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങളിലൊക്കെ കാണാൻ വേണ്ടി പറ്റും അല്ലേ. കാരണം നമ്മളെ ജീവിതത്തില് ഖുറാനിലും പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നതിൽ നിന്നും ഞാൻ തിരിച്ചെടുക്കും എന്ന് പറയുന്നുണ്ട്. നമ്മൾ മനുഷ്യരോടായാലും, അതായത് ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നാൽ നമ്മൾ താങ്ക് യു പറയാറുണ്ടോ? ഒന്ന് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ പറയണേ. ഓക്കെ, പറയാറുണ്ട്. ഓക്കെ, നല്ല കാര്യമാണ്. അപ്പോ നമ്മൾ മുന്നേ ഒക്കെ താങ്ക് യു പറയലൊക്കെ കുറവായിരുന്നു. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയന്റെ വരവോട് കൂടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഒരുപാടൊന്ന് ആ ഒരു ലെവലിലേക്ക് എത്തിയത്. ഹംദ് പറയുമ്പോൾ അതെ അതെ, ശരിയാണ്. നമ്മള് അൽഹംദുലില്ലാ എന്ന് പറയലുണ്ടല്ലോ. അതെ, നമ്മളിപ്പോ ഫുഡ് നമ്മൾ അംഗനവാടിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്ന ദൈവത്തിന് നന്ദി എന്ന് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഭക്ഷണം കുട്ടികൾ കഴിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ നമ്മളെ ലൈഫിലും ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ ഒരു കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയും താങ്ക് യു എന്നുള്ളത് അല്ലേ. ശരിയല്ലേ? അതേപോലെ
അവരോട് ചോദിക്കുകയാണ് സുഖല്ലേ, ഹൗ ആർ യു എന്ന് ചോദിക്കുകയാണ് വെച്ചാല് ഫൈൻ, അതിന്റെ കൂടെ നല്ല എന്തെങ്കിലും വേർഡും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് പറയാ. പക്ഷെ നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലോ കുഴപ്പമില്ല, ആ ഒരു ലെവലിലായിരിക്കും നമ്മളെ തിരിച്ചു പറയുന്നുണ്ടാവുക, അല്ലെ? ശരിയല്ലേ? നമ്മൾ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു, ആ ഒരു ലെവലിലുള്ള മറുപടി ആയിരിക്കും നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അപ്പൊ ആ ഒരു ലെവലൊക്കെ മാറ്റിയിട്ട് നമുക്ക് സുഖാണ്, അൽഹംദുലില്ലാ സുഖാണ്, ആ ഒരു ലെവലില് പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയാ. ഇതിപ്പം ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾക്കൊന്നും നമ്മൾ എഴുതി വെക്കണ്ട. അതായത് സമയത്തിന്റെ പരിമിതികളോ കാര്യങ്ങളോ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾക്കൊന്നും എഴുതിയില്ലെങ്കിലും മാക്സിമം ഒരു 11 എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കാര്യങ്ങൾക്കെങ്കിലും ഗ്രേറ്റ്ഫുൾ ആവുക. അതായത് നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് കേട്ടോ. അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുക, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നവരുണ്ട് അല്ലേ? നമുക്ക് ചുറ്റും നമ്മളെ സെർവ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരിക, അതേപോലെ തന്നെ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കി തരിക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഇതില് ഹസ്ബൻഡ് ഉണ്ടാവും, വൈഫ് ഉണ്ടാവും, പല ലെവലിലുള്ള ആൾക്കാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫുഡ് തരുമ്പോൾ ഫുഡ് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ഉണ്ടാവുക? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. അടിപൊളി ഫീൽ ആവും. ഓക്കെ, ആരെങ്കിലും ഒരാൾ എക്സ്പീരിയൻസ് പറയോ? അങ്ങനെ ആരെങ്കിലും നമ്മളെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ? ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ അപ്രീഷിയേറ്റ് ചെയ്യണത്. അത് ലേഡീസിനാണെന്നുണ്ടെങ്കിലും ജെന്റ്സിനാണെന്നുണ്ടെങ്കിലും രണ്ടു കൂട്ടർക്കും ഇഷ്ടമാണ് അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അവര് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ഇപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോലെ വലിയ വലിയ സർപ്രൈസുകളോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. മെയിൻ ആയിട്ട് ഇൻസ്റ്റഗ്രാമില് കല്യാണം ഉറപ്പിക്കുമ്പോൾ തന്നെ അതെ, ഉണ്ടാക്കല് കുറവാ. ഒരു മിനിറ്റ്. ഫുഡ് അത് കുഴപ്പമില്ല. അപ്പൊ നമ്മള് ഉണ്ടാക്കി തരുന്നവർക്ക് അതായത് നന്നായിട്ടുണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറയാം കേട്ടോ. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെയിൻ എന്താണ്, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഐഫോണ് കാര്യങ്ങൾ, അതേപോലെ 24ാമത്തെ ബർത്ത്ഡേക്ക് 24 സർപ്രൈസ് കാര്യങ്ങൾ, അതൊന്നും നമ്മൾ കുറ്റം പറയല്ല. പക്ഷെ നമ്മുടെ അതൊന്നും ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ പോലും ചെയ്ത് തന്ന കാര്യങ്ങൾക്കും എടുത്ത് താങ്ക് യു പറയാം കേട്ടോ. നമ്മളെ ലൈഫ് ഒരിക്കലും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്. നമുക്ക് ചെയ്തു തരുന്ന കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമ്മൾ താങ്ക്ഫുൾ ആവുക. അത് മനുഷ്യരോടാണെന്നുണ്ടെങ്കിലും അതേപോലെ ദൈവത്തിനോടാണെന്നുണ്ടെങ്കിലും. ദൈവത്തിനോട് എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ എഴുതാനുണ്ടാവും. അറ്റ്ലീസ്റ്റ് മാക്സിമം ഒരു 11 എഴുതാം. ഇനി അത്രയും ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 കാര്യങ്ങൾക്കെങ്കിലും നിങ്ങൾ എഴുതി പോവുക കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് അഫോർമേഷൻ എന്ന് പറയും. സെൽഫ് ടോക്ക് ഓർ അഫോർമേഷൻ. അതായത് നമ്മളെ ചിന്തകളാണ് എല്ലാത്തിലേക്ക് എത്തിക്കുന്നത് പറഞ്ഞല്ലോ. നമ്മളിപ്പോ ചെറുപ്പത്തിലൊക്കെ നമ്മളെ കൊണ്ട് ഒന്നിനും ചെയ്യാൻ വയ്ക്കൂല എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഹസ്ബൻഡ് കറി ഉണ്ടാക്കി തന്നിരുന്നു, ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ സ്ഥിരം ഇപ്പോ ഇക്കാക്ക കറി പ്രിപ്പയർ ചെയ്യാം. അതെ അതെ, നമ്മൾ അങ്ങനെയൊക്കെ അവരൊരു പ്രാവശ്യം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ അപ്പോ നമ്മൾ ഭയങ്കര നല്ല അഭിപ്രായം പറയാന്ന് വെച്ചാൽ അവര് പിന്നെയും ഉണ്ടാക്കി തരാനും, അതേപോലെ അവരുണ്ടാക്കി തരുന്ന അവരാണെന്നുണ്ടെങ്കിലും നമ്മളാണെന്നുണ്ടെങ്കിലും അതായത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്നേഹം കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ ഇതാക്കും എന്നുള്ളതാണ് അല്ലെ? നമ്മളിപ്പോ ഒരു പരിപ്പ് കറി ആണെങ്കിൽ പോലും സ്നേഹം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടാവും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒരു നാരങ്ങ വെള്ളം കലക്കുകയാണെങ്കിൽ പോലും സ്നേഹം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ്. ചായ ഉണ്ടാക്കുക വെച്ചാലും അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും. ശരിയല്ലേ? അതെ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അൺകണ്ടീഷണൽ ആവുക. അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റും ചെയ്തു തരുന്നവരോടും അതേപോലെ സൃഷ്ടാവിനോടും എന്നും ഗ്രേറ്റ്ഫുൾ കാര്യങ്ങൾ, ആ ഒരു മൈൻഡ്ഫുൾനെസ്, ആ ഒരു മൈൻഡ് ലെവലിൽ പോവുക കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും എന്തായാലും ഉൾക്കൊള്ളുക. പിന്നെ അതേപോലെ തന്നെ സെൽഫ് ടോക്ക് ഓർ അഫർമേഷൻ എന്ന് പറഞ്ഞു. ചിന്തകളാണ് നമ്മളെ ഏത് ലെവലിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ അംഗനവാടി ആ ഒരു സമയത്തൊക്കെ, അതായത് അംഗനവാടിയിലൊക്കെ പരിപാടി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് പാടാനൊന്നും കഴിവില്ല കേട്ടോ. അതായത്
വലിയ രീതിയിലൊന്നും പാടില്ല, പക്ഷെ എല്ലാരെയും പോലെ മൂളിപ്പാട്ടും കാര്യങ്ങളൊക്കെ പാടും. അപ്പോൾ എന്റെ പാട്ട് കഥ പറയുന്ന പോലെ ഉണ്ട് പറഞ്ഞിട്ട് എന്റെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാർ തന്നെ എന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഞാൻ ഒരു യു പി എൽ പി യു പി ആ ഒരു ക്ലാസ്സിൽ എത്തുന്നവരെ LKG UKG ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ LP എത്തിയപ്പോ എന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ആള് ഞാൻ ആ സമയത്ത് അറബിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അറബി ടീച്ചർ ആയിരുന്നു. ആള് ഭയങ്കരമായിട്ട് അതായത് നമ്മൾ ആ ലെവലിലേക്ക് എത്തിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് പാടാനൊന്നും കഴിവില്ല വിശ്വസിച്ച ആളായിരുന്നു. അതായത് ഒറ്റക്ക് പാടൂല, പക്ഷെ കോറസ് ആയിട്ടൊക്കെ പാടുമായിരുന്നു. അപ്പൊ ആ ഒരു ലെവലിലേക്ക് കഥ പറയാനും സ്കൂളില് കഥ നമ്മള് കലോത്സവം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കഥ അതേപോലെ പാട്ട് കാര്യങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തരാനും അതേപോലെ ആ ഒരു സ്റ്റേജിലും കാര്യങ്ങളൊക്കെ കയറാനും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ആ ഒരു ടീച്ചർ എന്നുള്ളത്. അപ്പൊ നമ്മള് കഴിയൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മുടെ മൈൻഡിൽ എന്നെ കൊണ്ട് അതിന് പറ്റും, ഞാൻ സ്ട്രോങ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താവാനാണ് ആഗ്രഹം? അതായത് നമ്മളെ ആ ഒരു പാഷനും കാര്യങ്ങളും എന്താണ്? ചിലവർക്ക് ട്രെയിനർ ആയിരിക്കും, ചിലവർക്ക് ക്രിക്കറ്റ് ആ ഒരു ഫീൽഡ് ആയിരിക്കും, ചിലവർക്ക് ഫുട്ബോൾ ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഫീൽഡോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പൊ നമ്മള് സ്ട്രോങ് ആവാം. ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ക്ലാരിറ്റി ഇല്ല, അപ്പൊ ഞാൻ അതിന്റെ റിപ്ലൈ ഞാൻ തരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ പറയാം. ട്രെയിനിങ് ആണ്. ഓക്കെ, ഞാൻ അത് വെച്ചിട്ട് മാമിന്റെ ഒരു കാര്യം വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഐ എം ട്രെയിനർ എന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞു പഠിപ്പിക്കുക. എന്നെ കൊണ്ട് ട്രെയിനിങ്ങിന് പറ്റും, ഞാനൊരു ട്രെയിനർ ആണ്, അങ്ങനെ നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നമുക്ക് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട് അല്ലേ? നമ്മളെ കോൺഷ്യസ് എന്ന് പറയുമ്പോൾ ബോധമുള്ള മനസ്സാണ്. നമ്മൾ ഇപ്പോ ബോധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു അഫർമേഷനും കാര്യങ്ങളൊക്കെ ചെന്നെത്തുന്നത് എന്തിലാണ്? നമ്മൾ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ എം ട്രെയിനർ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഫോർമേഷൻ എഴുതി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. കാരണം സ്കൂളിലൊക്കെ ടൈമിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കും എന്നുള്ളത്. ഞാൻ ഇതേപോലെ +2 സയൻസ് ആയിരുന്നു. അപ്പൊ കെമിസ്ട്രി മോള് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. മോൾ എന്താന്ന് ചോദിച്ചപ്പോ എനിക്ക് അന്ന് ഉത്തരം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് 100 പ്രാവശ്യമാണ് ഇമ്പോസിഷൻ തന്നിട്ടുള്ളത്. ആ ഒരു മോള് ഞാൻ ഇന്നും മറന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു ഇമ്പോസിഷന്റെ പവറാണ്. നമ്മൾ ആ 100 പ്രാവശ്യം എഴുതുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് അത് ചെന്നെത്തുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം മറക്കൂല. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചെന്നെത്തുന്ന കാര്യങ്ങള് നമ്മളെ പ്രവൃത്തിയിലേക്ക് എത്തുന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അഫോർമേഷൻസ് അതേപോലെ സെൽഫ് ടോക്ക് മിറർ ടോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തുന്നതാണ് സെൽഫ് ടോക്ക് അഫോർമേഷൻ കാര്യങ്ങളൊക്കെ കേട്ടോ. അതേപോലെ തന്നെ സ്പെൻഡ് വിത്ത് നേച്ചർ, അതായത് ഒരു 10 മിനിറ്റ് എങ്കിലും ജസ്റ്റ് നമ്മള് നേച്ചറായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. കാരണം നമുക്ക് ചുറ്റും സൃഷ്ടാവിന്റെ ഒരുപാട് മനോഹരമായിട്ടുള്ള സൃഷ്ടിപ്പുകളൊക്കെ ഉണ്ട് അല്ലെ? ഒരു തെങ്ങിൻതോപ്പാണെങ്കിൽ പോലും ഒരു ചെടിയാണെങ്കിൽ പോലും അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ശരിയല്ലേ? നിങ്ങളൊക്കെ നേച്ചറായിട്ട് കണക്റ്റഡ് ആണോ? അതായത് നേച്ചറിനെ ആസ്വദിക്കുന്ന ആൾക്കാരാണോ? ആണ്. ഓക്കെ ഓക്കെ, നമ്മൾ കടലിലോ കായലിലോ ഒന്നും പോകണമെന്നില്ല, നമ്മളെ മുറ്റത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? ഒരു കുഞ്ഞു ചെടിയാണെങ്കിൽ പോലും അതിനെ ആസ്വദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഓക്കെ ഓക്കെ, നിങ്ങളൊക്കെ ആസ്വദിക്കുന്നവരാണ്. ഓക്കെ, വലിയ സന്തോഷം കേട്ടോ. കാരണം നല്ലൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ നേച്ചറിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ എഴുതുന്നവർ കാണുന്നുണ്ടെങ്കിലും നമ്മൾ എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? നമ്മൾ ആ ഒരു നേച്ചറായിട്ട് കണക്റ്റഡ് ആവുമ്പോഴാണ്. അതേപോലെ തന്നെ വരയ്ക്കുന്നവർക്ക് എങ്ങനെയാണ്? നമ്മൾ ആ ഒരു കാഴ്ചകൾ കണ്ട് അവര് ആ ഒരു ക്യാൻവാസിലേക്ക് പകർത്തും. പാടുന്നവർ കാണുന്നുണ്ടെങ്കിലും ഏതൊരു ഫീൽഡിലുള്ളവർ കാണുന്നുണ്ടെങ്കിലും ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും നേച്ചറായിട്ട് കണക്റ്റഡ് ആവുക. കാരണം ആ ഒരു നേച്ചറിന് നമ്മളെ ഒരുപാട് മുറിവുകളും കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ മൈൻഡ് ആ ഒരു റിലാക്സേഷൻ, അതായത് നമ്മളെ സ്ട്രെസ് ആൻസൈറ്റി കാര്യങ്ങള് അതേപോലെ ഹാപ്പി ഹോർമോൺ കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുള്ളതാണ് കേട്ടോ. അതായത് നേച്ചറായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ അപ്പോ ചിലപ്പോ ഒന്ന് നടന്നാൽ മതി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നമ്മള് ഒരു ഗാർഡനോ കാര്യങ്ങളോ നമ്മുടെ മുറ്റത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് ഇരിക്കുക. നമ്മൾ ആ ഒരു ചെടീന്റെ ആ ഒരു കാര്യങ്ങളുടെ ഒക്കെ ആ ഒരു ഭംഗി ആസ്വദിക്കുക. അങ്ങനെയൊക്കെ ഒരു 5-10 മിനിറ്റ് മാത്രം ചെയ്താൽ മതി.
പിന്നെ അതേപോലെ നമ്മൾ വെള്ളം കുടിക്കണം അല്ലേ? നമുക്ക് ആവശ്യമുള്ള വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ആവുക, പിന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞപ്പോൾ കുറെ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളൊക്കെ നിങ്ങളെ ഫാമിലിയിൽ ക്വാളിറ്റി ടൈമും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടോ? അതായത് നമ്മൾ ആ ഒരു ഫാമിലിയിൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ആ ഒരു പരസ്പരമുള്ള ആ ഒരു സംസാരം, കളി, ചിരി, തമാശകള് അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ വീട്ടില്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടോ? ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്താണ്? അതൊന്ന് പറയോ മാം? ഓക്കെ. സാർ ആരെങ്കിലും ഒന്ന് പറയോ? നമ്മൾ ആ ഒരു ക്വാളിറ്റി ടൈമിൽ കിട്ടുന്ന ആ ഒരു ഫീലും കാര്യങ്ങളും ആരെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത്, നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് പറഞ്ഞില്ല എനിക്ക് അത്രയും സന്തോഷം. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. നമ്മൾ ആ ഒരു ക്വാളിറ്റി ടൈം എന്നുള്ളത് നമ്മൾ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിലും വൈഫ് ആണെന്നുണ്ടെങ്കിലും അവരായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റിയിട്ടുള്ള സമയമാണ് അല്ലെ? നമ്മൾ മക്കൾക്കാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും ഒരു ഫ്രണ്ട് ആയിട്ട് ആ ഒരു ലെവലില് നമ്മളെല്ലാം, അതായത് ഇന്നത്തെ കാലത്ത് മക്കളൊക്കെ ഭയങ്കരമായിട്ട് വഴിതെറ്റി പോവാൻ കാരണം എന്താണ്? നമ്മുടെ പാരന്റ്സിന്റെ ആ ഒരു ചേർത്ത് പിടിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക, അവരുമായിട്ട് എന്തും ഷെയർ ചെയ്യാനുള്ള, അതായത് അവർക്ക് ഏറ്റവും നല്ലൊരു കംഫർട്ട് സോൺ ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഒരു അരമണിക്കൂർ ഒരു 10-15 എങ്കിലും, കാരണം ഡെയിലി ഇപ്പോ വൈഫൊക്കെ പണിക്കും ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നവരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു 10-20 മിനിറ്റ് എങ്കിലും ഡെയിലി ഫോണും കാര്യങ്ങളും ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒന്ന് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയും. നമ്മൾ ഫോണിന്റെ ഉപയോഗം, ഫോണുകൊണ്ട് നല്ലതുണ്ട് ചീത്തതുണ്ട് അല്ലേ? നമ്മളത് കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ലതായിരിക്കും. പക്ഷെ മറിച്ചാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ നമ്മൾ ഡെയിലി ന്യൂസിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ, ഇൻസ്റ്റാഗ്രാം ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ മതി, പല റീൽസ് വരും അല്ലേ? നമ്മള് സമയം പോണത് തന്നെ അറിയുന്നില്ല. സ്ക്രീൻ ടൈം കാര്യങ്ങളൊക്കെ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ആപ്പിലാണ് എത്രത്തോളം ടൈമും കാര്യങ്ങളൊക്കെ ആണ് പോണെന്നുള്ളത്. ഇൻസ്റ്റഗ്രാം തന്നെ ആയിരിക്കും അധികം ഉണ്ടാവുക. കാരണം നമ്മൾ ഒരു റീൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ലത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ടും അതേപോലെ ഉറക്കം എഴുന്നേറ്റതിന്റെ മുമ്പായിട്ടും നമ്മൾ സ്ക്രീൻ ടൈം ഒഴിവാക്കുക. ഒരു മണിക്കൂർ നമ്മൾ സ്ക്രീൻ ടൈം ഒഴിവാക്കുക എന്നുള്ളതാണ്. കിടക്കുന്നതിന് മുന്നേയും അതേപോലെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴും കേട്ടോ. കാരണം നമ്മള് എന്ത് കാര്യങ്ങളൊക്കെയാണ് കണ്ടു കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു കിടക്കും. ഉറക്കത്തിൽ നമ്മൾ അതൊക്കെ കാണും എന്നുള്ളതാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതായത് നമ്മളിപ്പം ഒരു റീലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കിടന്ന കാര്യങ്ങള് നമ്മളെ ആ ഒരു സ്വപ്നത്തിലോ കാര്യങ്ങൾക്കൊക്കെ വരുന്ന പോലെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ശരിയാണ്, അതങ്ങനെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതുകൊണ്ടാണ് പറയുന്നത്. ഇത് FIR എന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ? അത് എത്ര മണിക്കാണ്? 11 മണിക്കാ വരുന്നത് അല്ലേ? ആ ഒരു സംഭവം കടന്നു കഴിഞ്ഞാൽ അന്നത്തെ രാത്രി പോക്കാണ് അത്. അതിലങ്ങനെ ആ ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മളെ ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങളൊന്നും ഇല്ലേ അതില് അതായത് കുറെ ഉപദ്രവങ്ങളും കാര്യങ്ങളും അത് മാത്രമേ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, FIR ഒക്കെ ഒഴിവാക്കുക. അതേപോലെ ഫോണും കാര്യങ്ങളൊക്കെ 1 മണിക്കൂറിന് മുമ്പ് ഒഴിവാക്കി വെക്കുക. അതേപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്ക്രീൻ ടൈമും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ അതേപോലെ നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അല്ലേ? മെയിൻ ആയിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അടയാളാണ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോബിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യോ? ജസ്റ്റ് അതായത് ചിലർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കും, അതേപോലെ കുക്കിംഗ്,
ക്രിക്കറ്റ്, ഫുട്ബോള്, അങ്ങനെ ബാസ്കറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ ആ ഒരു ഹോബി എന്താണ്? പറയാൻ പറ്റുന്ന ഹോബീസും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കുക്കിംഗ്, റൈറ്റിംഗ്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോ നമ്മളെ ഇഷ്ടങ്ങൾ എന്താണോ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള എന്ത് ഇഷ്ടങ്ങളും നമ്മൾ ചെയ്യാന്നുള്ളതാണ്. റീഡിങ് ആയാലും പാട്ട് പാടും. ഓക്കെ, മാഷാ അല്ലാ, നല്ല കാര്യമാണ്. അപ്പോ നമുക്ക് അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ സൈക്ലിംഗ്. ഓക്കെ, മറ്റുള്ളവർക്ക് ഉപദ്രവമാക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത്. ഇപ്പം ബഷീറിന്റെ നോവലൊക്കെ വായിച്ചവരുണ്ടാവും അല്ലേ? ബഷീറിന്റെ ഏതൊരു നോവലിലാണ്, ഞാൻ കുറെ മുന്നേ വായിച്ചതാണ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ചായിരുന്നു. ഓക്കെ ഉണ്ട്. അതില് ബഷീറും അതേപോലെ അതിലെ നായികയും കല്യാണം കഴിക്കാൻ വേണ്ടി ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ കയറുന്ന ഒരു സീനുണ്ട്. അപ്പൊ ചായ വേണോ കോഫി വേണോ എന്നുള്ള ആ ഒരു തർക്കത്തിൽ എത്തുന്നുണ്ട്. അതാർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ആ ഒരു സീന്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എനിക്ക് കറക്റ്റ് ആയിട്ട് ഏത് കഥയെന്ന് ഓർമ്മയില്ല, ഞാൻ കുറെ മുന്നേ വായിച്ചതാണ്. ഓക്കെ, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ആ ഒരു സീന്? അതായത് ഓക്കെ, അങ്ങനെ ഒരു സീൻ ഉണ്ട്. പക്ഷെ ഏത് കഥയെന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല, നോവലാന്ന് എനിക്ക് ഓർമ്മയില്ല. കുറെ മുന്നേ വായിച്ചായിരുന്നു. അപ്പൊ അതില് ട്രെയിനിൽ കയറിയിട്ട് ഇത് രണ്ടുപേരും കൺഫ്യൂഷൻ ആവുകയാണ്. ചായ വേണോ കോഫി വേണോ? അപ്പൊ ഒരാൾ പറയാണ് നിങ്ങൾ ചായ കുടിച്ചാൽ മതിയെന്ന്. അപ്പൊ മറ്റേ ആള് പറയാണ് നിങ്ങൾ ഇന്ന് കോഫി കുടിച്ചാൽ മതിയെന്ന്. അങ്ങനെ ആ ഒരു തർക്കം ലാസ്റ്റ് അവസാനിക്കുന്നത് ഒരാള് കോഫിയിലും ഒരാള് ചായയിലും ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ കൈ കടത്താണ്ടിരിക്കുക. ചിലവർക്ക് ക്രിക്കറ്റ്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഒക്കെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ മലപ്പുറം ആ സൈഡ്, മലപ്പുറം കോഴിക്കോടൊക്കെ പ്രേമലേഖനാണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. കാരണം എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുറെ മുന്നേ വായിച്ചു തരുന്നു. അപ്പോ പ്രേമലേഖനത്തിലാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡൊക്കെ അധികം ഫുട്ബോള് കാര്യങ്ങളൊക്കെ കളിക്കുന്നവരായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ നമ്മളെ കൂട്ടത്തില്? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അവര് കളിക്കുന്നത് അടിപൊളിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതേപോലെ തന്നെ കളിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ നന്നായി കളിച്ചോ, കളിക്കാൻ പറ്റിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതേപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താണ്ടിരിക്കുക. അത് തിരിച്ചുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പൊ വൈഫിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വൈഫിന് ഇപ്പൊ ബുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഇതിൽ നോക്കിയപ്പോൾ ചാറ്റ് ബോക്സിൽ നോക്കിയപ്പോൾ അധികം ആൾക്കാരും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഒരു ബുക്കൊക്കെ സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കൊടുക്കുക കേട്ടോ. ഭയങ്കര അടിപൊളിയായിരിക്കും. നമുക്ക് വലിയ വലിയ ഗിഫ്റ്റ് ഒന്നും കിട്ടണ്ട, ചെറിയ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് കിട്ടിയാൽ മതി, ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ അവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പറയല്ലോ. ഇപ്പൊ മക്കളാണെന്നുണ്ടെങ്കിലും അവരുടെ ഇഷ്ടങ്ങളൊന്നും കൈകടത്താണ്ടിരിക്കുക, നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ബുക്കും കാര്യങ്ങളും, പിന്നെ വരക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെയിന്റ് കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സും കാര്യങ്ങളും, ചെറിയ ചെറിയ ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് നമ്മളെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാവും. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഹെൽത്തി മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ബിൽഡ് ചെയ്തെടുക്കാനും, അതേപോലെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും, നമ്മളെ റിലേഷൻഷിപ്പിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഏതൊരു കേസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു മെന്റൽ, അതായത് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ അവെയർ ആയിട്ടിരിക്കുക ഫസ്റ്റ് തന്നെ. പിന്നെ നമ്മൾ ഒരാളോട് ഒരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാതെ കുറ്റപ്പെടുത്താതെ കേട്ടിരിക്കുക. അതേപോലെ തന്നെ കേട്ടിരിക്കുക, അതിലപ്പുറം നമ്മൾ ചേർത്ത് നിർത്തുക. ഇപ്പം ഞാൻ റിലീജിയൻ ബേസ് പറയല്ല, ഞാൻ നമുക്കറിയുന്ന ഒരു സംഭവമാണ്. മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടിട്ട് ഖദീജ ബീവിനോട് പറയുന്നുണ്ട്, ജമ്മീലൂനി പറയുന്നുണ്ട്. ചേർത്ത് പിടിക്കാനാ പറയുന്നത്, പുതപ്പിട്ട് മൂടാനല്ല, എന്നെ ചേർത്ത് പിടിക്കുന്നതാണ്. ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം ചേർത്ത് നിർത്തുന്ന കരങ്ങളാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു അവെയർ ആയിട്ട് ഇരിക്കുക. അതേപോലെ നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് നിർത്താനും ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പം അവരെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ, നമുക്ക് ആ ഒരു കുത്തിടുന്നതിന് മുന്നേ നമുക്കതൊരു കോമാക്കി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫിന്റെ പർപ്പസ് അതന്നെയല്ലേ? നമുക്ക് അതന്നെയല്ലേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല കാര്യം?
ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. ഇതിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സും കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാവും. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം കേട്ടോ. താങ്ക് യു റിഫ മാം, താങ്ക് യു. ഇങ്ങനെ ഫസ്റ്റ് ടോക്ക് മാഷാല്ല സക്സസ്ഫുള്ളി ഡൺ അല്ലേ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനൊക്കെ ഉണ്ടോ? എന്നിട്ട് ഞാൻ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ആളെടുത്ത് ചോദിക്കാനുള്ളവരുണ്ടോ? അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാനില്ല? എന്നാലും ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. വീഡിയോ മോഡിലുള്ള ആരെങ്കിലും ഒക്കെ ചിലപ്പം എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്ക് ഫോൺ എടുക്കുന്നുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഇടയ്ക്ക് ചില സംഭവങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചിലത് നാളെ നമ്മളൊരു 2 മന്തുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, യുണീക്ക് എക്സ് എന്നുള്ള. അപ്പം അതിൻ്റെ കോൺവെക്കേഷൻ നടക്കുകയാണ് കാലിക്കറ്റ് വെച്ചിട്ട്. അപ്പം അതിൻ്റെ സ്റ്റുഡൻസ് കുറേ ഡൗട്ട് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർ കോൾ ചെയ്യുന്നൊക്കെ ഉണ്ട് നമ്മൾ റിപ്ലൈ കാണാണ്ടാവുമ്പോൾ. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഇവളിത് എന്താണ് ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ വീഡിയോ മോഡിൽ ഇരുന്നിട്ട് ഫോൺ നോക്കിയിരിക്കാന്ന് പറയും ചിന്തിക്കണ്ട. സത്യാവസ്ഥ ഇതാണ്. നമ്മൾ റിപ്ലൈ കൊടുക്കായിരുന്നു. നാളത്തെ കോൺവെക്കേഷൻ നടക്കുകയാണ് ഇവിടെ കാലിക്കറ്റ് ഓഷ്യലിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് അറേഞ്ച്മെന്റ്സിലായിരുന്നു. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു. ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളതൊന്നും ആൾ ഇന്നലെ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച് പറയുന്നതൊന്നുമല്ല. നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ ചിലപ്പം അറിഞ്ഞിട്ടും അറിയാതെ മറന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ആൾ ആഡ് ചെയ്തിട്ടുള്ള. എൻ്റെ വോയിസ് ഞാൻ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് അടച്ചിട്ടുണ്ട്, അതാണ് കേട്ടോ, സോറി. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ നമ്മൾ ഈ ഒരു ചെവിയിലൂടെ കേട്ട് ആ ഒരു ചെവിയിലൂടെ വിടുക എന്നതിനപ്പുറത്തേക്ക് ഒക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളൂ. ഇതിലത്തെ ഒരു കാര്യം നിങ്ങൾ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറയാം. അപ്പോൾ ആള് പറഞ്ഞല്ലോ, നിങ്ങളെ കൂടെയുള്ള പാർട്ട്ണർ അല്ലെങ്കിൽ സിബ്ലിങ്സ്, ഫ്രണ്ട്സ്, ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന, അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കമൻറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യം അടിപൊളിയാണ് കേട്ടോ, അല്ലെങ്കിൽ അവരെ കുറിച്ച് കൂടുതൽ തിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ നിങ്ങൾക്ക് ഏറ്റവും കണക്റ്റ് ആയി തോന്നിയിട്ടുള്ള ഒരു കോർ വാല്യൂ എടുത്തിട്ട് നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ലൈഫ് മാറും. നമ്മളൊരു വ്യക്തി മാറുമ്പോൾ നമ്മൾ ചുറ്റുപാടുകളെ മാറും. നിങ്ങളെ കൺസിഡർ ചെയ്യാത്ത, നിങ്ങളെ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യാത്ത ഹസ്ബൻഡ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. നിങ്ങളെ പരിഗണിക്കാത്ത ഫാമിലി നിങ്ങൾ പരിഗണിച്ചു തുടങ്ങും. ഇതിനൊക്കെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്ന വ്യക്തി മാറ്റങ്ങളിൽ തുടങ്ങാന്നില്ലാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനി ഓരോരുത്തരായിട്ട് ഫീഡ്ബാക്ക് പറയുക. ഒരുപാട് ആളുകൾ നമ്മളെ കമന്റ് ബോക്സിൽ വന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇപ്പൊ മാം എല്ലാം കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഞാൻ- ജസ്റ്റിന് ഞാനൊരു ലോങ് ലീവിന് ശേഷമാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ്, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിയത്. ഇപ്പോ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എന്റെ കുട്ടി അപ്പുറത്തിരുന്ന് കരയുന്നുണ്ട്, പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. മാഷാഅല്ലാ. ജസീറ മാം താങ്ക് യു സോ മച്ച്. റിഫ മാം താങ്ക് യു. മുസി മാം നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. എൻ്റെ മൈൻഡ് ഡൗൺ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ക്ലാസ്സിലൂടെ ചെറിയ തിരി തിരിഞ്ഞു. ഓ കുൽസു മാം മാഷാഅല്ലാ താങ്ക് യു. ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയുന്നവർക്ക് പറയാട്ടോ. ജസീറ മാം ക്ലാസ് അടിപൊളിയായിരുന്നു. താങ്ക് യു. എന്റെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ നിങ്ങൾ കേട്ട കാര്യങ്ങളോ? റുക്സാന മാം അടിപൊളി ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു റുക്സാന മാം. അടുത്ത വീക്കിൽ വരിക. എനിക്ക് ഇപ്പോൾ ഈ പേര് ഞാൻ പുതുതായിട്ടാണ് കേട്ടോ കണ്ട്. ഉമ്മുക്കുൽസു റുക്സാന എന്നിലൊക്കെ മുബ്സിമ. അടുത്ത ക്ലാസ്സിൽ വരിക. അത് നമ്മൾ കണ്ടിന്യൂസ് ആയി കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഞാൻ ഏതെങ്കിലും പോയിന്റ്സോ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം കേട്ടോ. കാരണം ഞാൻ പ്രയർ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരുപാട് ഡീപ്പ് ലെവലിൽ എടുത്തിട്ടില്ല. കാരണം പലരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഡീപ്പായിട്ടുള്ള ലെവലിൽ എടുത്തിട്ടില്ല. പക്ഷെ ആ ഒരു പോയിന്റ് ഇതാക്കി പോയിട്ടുണ്ടെന്ന് മാത്രം. അപ്പൊ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നമ്മളെ യൂണിക് ടോക്കിന്റെ ഒരു സോറി പ്രത്യേകതയായിട്ട് നമ്മൾ പറയല്, ഇവിടെ നമ്മൾ നിങ്ങളിൽ നിന്നും നിങ്ങൾ നമ്മളിൽ നിന്നും പഠിക്കാറുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകാറില്ല എല്ലാ സെഷൻസും. ഇപ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ്, ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ എഴുതി തുടങ്ങിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാത്തവർക്ക് ഇൻസ്പിറേഷൻ ആവും. അത് എന്ത് സംഭവമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഇന്ന് വ്യക്തിനെ അടിപൊളിയാക്കാൻ, നിങ്ങളെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഹായ്,
ഞാൻ വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. ഓക്കെ സാർ. ഓക്കെ, ഞാൻ ക്ലാസ് ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വൈകിട്ടാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇടയ്ക്ക് ഇതേപോലെ അഭിപ്രായം പറയാറുണ്ട്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിട്ടുണ്ട്, എവിടെയും സ്റ്റെക്ക് ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് അങ്ങനെ. അതായത് ഈ ഒരു ഓൺലൈൻ മീറ്റിങ്ങിന്റെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞത് നമ്മൾ നമ്മളെ മുഖം നോക്കി തന്നെ പലപ്പോഴും സംസാരിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ചിലപ്പോൾ നമുക്ക് ആ, അവര് മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി, ആരും മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും അവര് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടാകും എന്ന് അസ്യൂം ചെയ്ത് ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്ന് അറിയില്ല. പക്ഷെ എടുക്കുന്ന ആളെ സംബന്ധിച്ചുള്ളത് അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇവിടെ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇപ്പം പറഞ്ഞാൽ ചിലപ്പം മനസ്സിലാവും. അതായത് ഇവിടെ അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു കോട്ട് ഉണ്ടായിരുന്നു, ഖുറാനിലെ ചെറിയൊരു വാക്യം, ലൈൻ ശക്കർത്തും ലസീദന്നക്കും. അത് അദ്ദേഹത്തിന്റെ പേരെന്താണ്, ഒരു കഷണ്ടി ആയിട്ടുള്ള ഒരു മുട്ട കടിച്ചിട്ടുള്ള ഒരു ആളുണ്ടല്ലോ ക്ലാസ് എടുക്കുന്നത്, PMA ഗഫൂർ. PM ഗഫൂർ സാർ. അദ്ദേഹമാണ് അത് പറയുന്ന സമയത്താണ്, അത് ഇവിടെ അടുത്താണ് അത്രയും വൈറൽ ആയത്. അതിന്റെ മുമ്പ് അത് പലരും പറയാറുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി, അതായത് എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യുന്നു പടച്ചോൻ നൽകുന്നത്, എത്രത്തോളം നമ്മൾ അതിങ്ങനെ ആസ്വദിക്കാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം പടച്ചോൻ നമ്മളിലേക്ക് കൂടുതൽ നൽകിക്കൊണ്ടിരിക്കും. ഇത് പടച്ചോന്റെ കാര്യമാണ് പറഞ്ഞത്, ഇത് മനുഷ്യരിലേക്കും ആപ്ലിക്കബിൾ ആണ്. നമ്മളൊരു മനുഷ്യനോട് ഒരു കാര്യം എത്ര ചെറുതായിക്കോട്ടെ, മൈന്യൂട്ടായ ഒരു കാര്യമാണെങ്കിൽ പോലും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അയാളെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബോധം അയാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ അയാൾ തയ്യാറാകും. അപ്പൊ അത് പടച്ചോനിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. അത് പറയുകയാണെങ്കിൽ കുറെ നേരം പറയാനുണ്ടാകും. എന്ന് വെച്ചാല് നമ്മള് ഒന്നും വേണ്ട, ഒരാളെ കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പടച്ചോൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഉദൂലി അസ്തജീബ് നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാന്നുള്ളതാണ്. എന്നുവെച്ചാൽ കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടാവുക, നിങ്ങൾക്ക് ആരുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്, ഏത് നേരം ഉണ്ട് എന്നുള്ളത്. ആ ഒരു ചിന്ത നമുക്കൊരു മനുഷ്യന്മാർക്ക് നൽകാൻ പറ്റിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള നമുക്കായിരിക്കും. പലപ്പോഴും ഈ അഫയറുകൾ കൂടുതലായിട്ട് ഉണ്ടാവാറുള്ള ഒരു സാഹചര്യം അങ്ങനെയാണ്, കേട്ടിരിക്കാനുള്ള ഒരാളായിട്ട് അയാൾ മാറുക എന്നുള്ളതുകൊണ്ടാണ്. വീട്ടിൽ ചിലപ്പം സ്കൂൾ വിട്ട് വരുമ്പോഴോ കോളേജ് വിട്ട് വരുമ്പോഴോ പറഞ്ഞത് കേൾക്കാൻ ആളുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അപ്പുറത്ത് കേൾക്കാൻ ഒരു കേൾവിക്കാരനായിട്ട് ഒരാൾ ഉണ്ടാകുമ്പോൾ അയാളോട് എത്രമേൽ നമ്മൾ നമ്മുടെ ഹൃദയം തുറക്കുന്നുവോ അത്രമേൽ അയാൾ നമ്മൾ എത്രത്തോളം ആശ്വസിപ്പിക്കുന്നുവോ അയാളിലേക്ക് മാത്രമായിട്ട് നമ്മളെ ലോകം ചുരുങ്ങും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഐ എം ഓൾ അലോൺ ഇൻ ദിസ് വേൾഡ് എന്ന് വെച്ചാൽ ലോകത്ത് മുഴുവനായിട്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി, അയാളുടെ ഉമ്മ ഉണ്ട് വാപ്പയുണ്ട് എല്ലാവരും ഉണ്ടെങ്കിൽ പോലും അയാൾ ലോകത്ത് ഒറ്റപ്പെട്ടു പോയി എന്ന് അയാൾക്ക് തോന്നാനുള്ളൊരു കാരണം ഈ ഒരു കേൾവിക്കാരന് അയാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ലോകം മുഴുവൻ ആ ഒരു ഒറ്റ ആളിലേക്ക്, ഒരു കേൾവിക്കാരൻ എന്നുള്ള ഒരു ലോകത്തിലേക്ക് ചുരുങ്ങി അയാൾ നഷ്ടപ്പെടുമ്പോൾ ഒന്നും അല്ലാതായി തീരുക എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും നല്ല ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ആദ്യം നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. എന്തായാലും ഇതുവരെ നിങ്ങളെ കേട്ടിരിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. നല്ല ക്ലാസ് ആയിരുന്നു. റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു ഒരു ഫീഡ്ബാക്ക് പറഞ്ഞതിന്. ഞാൻ സാറ് നമ്മുടെ അഫ്സൽ സാറിന്റെ ഒപ്പം ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്നായിരുന്നു അല്ലേ? യെസ് യെസ് യെസ്. സാറിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ വരാറില്ല, പക്ഷെ ഞാൻ ഇതേപോലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു. ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതേപോലെ സാറ് ക്ലാസ് എടുക്കുന്ന ലെവലിലാണ് സാർ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഇല്ല സർ. ഞാൻ വീഡിയോ മോഡിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ താത്തന്റെ മക്കള് 3 ആളുണ്ട്, 3 തലക്കലുണ്ട്. അതാണ് വീഡിയോ മോഡ് ഓഫ് ചെയ്ത് വിട്ടത്. സോറി. ഇല്ല സർ, നമ്മളെ ഹയറിന് സ്റ്റുഡന്റ് ഉണ്ട്, ആളെ പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ സെഷൻസിൽ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടും ഇന്ററാക്ട് ഒക്കെ ചെയ്ത് സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ട് ഇല്ലാസ്കാദിൽ നമുക്ക് അറിയുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. റിഫ മാം പറഞ്ഞ പോലെ ആളൊരു ട്രെയിനറാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് ഞങ്ങൾ കാണാൻ പറ്റും ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന. എനിക്കൊന്നും ടീച്ചറും കൂടിയാണ് അല്ലെങ്കിൽ ടീച്ചറാണെന്ന് അഫ്സൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെ 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 അതെ, ഞാനൊരു ഉസ്താദ് കൂടിയാണ്. ഓക്കെ ഓക്കെ. ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ എന്തായാലും ഒരുപാട് സന്തോഷം. ഓക്കെ. പറഞ്ഞിട്ടില്ല, നമുക്കും കുറെ പോയിന്റുകൾ തരുന്ന ഒരാളാണ്. താങ്ക് യു. നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? വഫ മാം, ജസീന മാം, അഭിനവ് സർ, മുബ്സി മാം.
മാഷാ അല്ലാ, വളരെ അർത്ഥവത്തായ ക്ലാസ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെച്ചു. കുറച്ച് ടൈം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. താങ്ക് യു ഫസിയ മാം, താങ്ക് യു. ഒരുപാട് ഒരുപാട് സന്തോഷം. കംഫർട്ട് സോൺ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുക? ഓക്കെ, അതാരായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ജസീറ മാം ആണോ? ജസീറ മാം എന്നാണ് തോന്നുന്നത്. ഓക്കെ, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ആദ്യം നമുക്കൊരു അവയർനെസ് ആണ് വേണ്ടത്. എനിക്ക് എവിടെയാണ് ലിമിറ്റേഷൻ ഇല്ല എന്നുള്ള സംഭവം നമ്മൾ റിയലൈസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയൊരു തോട്ട് ഉണ്ടല്ലോ, എനിക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്ന്. അതാണ് ഗ്രോത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ നമ്മുടെ സിറ്റുവേഷനെ കുറിച്ച് അവെയർ ആവുക എന്നില്ല. ഇപ്പൊ നിങ്ങൾ ബോധവാനാണ്, എനിക്ക് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കുറച്ചുകൂടെ കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യണം എന്നുള്ള റിയലൈസേഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ട്. അപ്പോൾ അത് ഏത് ആക്ഷൻസ് നിന്നാണ്, എപ്പോഴാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ തോട്ട് വന്നിട്ടില്ലെന്ന് റിയലൈസ് ചെയ്യുക. ജസീറ മാം പോയോ? ഉണ്ട്, ആളുണ്ട്. സോറി കേട്ടോ, തന്നെ മക്കള് ബാക്കിൽ നിന്ന് നല്ല സൗണ്ട് ഉണ്ടാക്കി, അതാണ് കേട്ടോ, സോറി. അപ്പോൾ പറഞ്ഞോളൂ, നമുക്കൊരു അവയർനെസ് ആണ് ആദ്യം വേണ്ടത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാന്. അപ്പോൾ ഇപ്പൊ നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തപ്പോഴല്ലേ നമുക്കൊരു സ്പാർക്ക് അടിച്ചിട്ടുണ്ടാവുക, എനിക്ക് ഇങ്ങനൊന്നും പോയാൽ പോരാ, കുറച്ചുകൂടെ അടിപൊളി ആവണം എന്നില്ല. ആ കാര്യം ഏതാണെന്നില്ല ഒന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ചിലതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമായിരിക്കും. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ചിലർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും മൈക്ക് പിടിച്ച് സംസാരിക്കാൻ. പക്ഷേ അത് ബ്രേക്ക് ചെയ്യാന്നുള്ള അവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമായിരിക്കും. കുറച്ച് ആളുകളുടെ മുന്നിൽ മൈക്ക് എടുത്ത് സംസാരിക്കുക എന്നുള്ള സംഭവം, അത് അവർ സംസാരിക്കാതിരിക്കുക എന്നുള്ള പ്രോസസ്സ് വരെ ഒരു കംഫർട്ട് സോൺ ആണ്. ആ ഒരു ബ്രേക്കിന് മറികടന്ന് വിറയലുണ്ടെങ്കിൽ ആ വിറയലോട് കൂടി, അതല്ലെങ്കിൽ ഇങ്ങനെ മുഖത്ത് പേടിയൊക്കെ വരികയാണെങ്കിൽ ആ പേടിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ കണ്ണൊക്കെ വാക്കുകളൊക്കെ ട്വിസ്റ്റായി വാക്കുകളൊക്കെ കിട്ടാതെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിൽ അവർ സംസാരിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. ഇതൊരു ജസ്റ്റ് എക്സാമ്പിളാണ്. അതുപോലെ നമ്മൾ എടുക്കുന്നത്, നമുക്ക് ഫേസ് ചെയ്യാൻ പ്രശ്നമല്ല അല്ലെങ്കിൽ പേടിയുള്ളൊരു സിറ്റുവേഷൻ ആവില്ല നമ്മൾ കംഫർട്ട് സോൺ ആയിട്ട് കാണുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ ലിമിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്, അങ്ങനെ ലിമിറ്റിംഗ് ഉള്ള കാര്യത്തിന് ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പതിയെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാണ്. പറ്റുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ചെറിയ ചെറിയ നമ്മളെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ബെസ്റ്റ് ആവും. കാരണം ചിലർക്കൊക്കെ പേടിയ സംഭവിക്കും, ഒറ്റയ്ക്ക് രാത്രി വാതിലൊക്കെ പോകുമ്പോൾ. ഞാൻ കുറേ ഇപ്പോഴും ഉള്ളവരുണ്ടാവും കേട്ടോ, അറിയില്ല. മുകളിലൊക്കെ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കാൻ പേടിയാണ്, ഒറ്റയ്ക്ക് റൂമിലേക്ക് പോകാൻ പേടിയാണ്. അത്തരത്തിൽ ചെറിയ ചെറിയ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ല, നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന, അത് ബ്രേക്ക് ചെയ്ത് തുടങ്ങാം. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഉള്ളിലൊരു വിശ്വാസം പതിയെ രൂപപ്പെട്ട് വരും, എനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നില്ല. അപ്പോൾ നമുക്കത് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിരിക്കും. നമ്മൾ വായനൻ്റെ കേസിലൊക്കെ പറയാറുണ്ടല്ലോ, നിങ്ങൾ 2-3 പേജ് വെച്ച് തുടങ്ങുക ഒരു ദിവസം, പിന്നീട് അത് പതിയെ 10-20 ദിവസങ്ങളിലേക്ക് മാറുക എന്നില്ലേ. ഓക്കെ, പിന്നെന്താണ് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നത്? രഫ മാം, നിങ്ങൾക്കും ആഡ് ചെയ്യാട്ടോ, ജസ്റ്റ് പിന്നെ കണ്ട സമയത്ത് പിന്നെ പറഞ്ഞതാണ്. കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കംഫർട്ട് സോണും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് ബെനിഫിറ്റ് ആവും അല്ലേ? എന്ത് കിട്ടിയില്ലേ ഞാൻ? അതായത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം പറഞ്ഞല്ലോ. അപ്പൊ അതിന് മെയിൻ ആയിട്ട് അഫർമേഷനും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കുക, നമ്മളെ അതെ അതെ, സ്വന്തത്തിലേക്ക് എത്തിക്കുക. അത് വർക്കാവുന്ന സംഭവങ്ങളാണ് കേട്ടോ. നിങ്ങൾ സെൽഫിനുള്ളിൽ ബിലീഫ് ഉണ്ടാക്കാന്നില്ല, എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ട് ഓക്കെ അല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ കംഫർട്ട് സോണിൽ ഇപ്പോഴും നിൽക്കുന്നത്, ആ ഒരു സ്റ്റെപ്പ് എടുക്കാതെ. അപ്പൊ അതിന് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ മിറർ ടോക്ക് ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഒരു മോർണിംഗിലോ ഈവനിങ്ങിലോ എപ്പോഴെങ്കിലും ഒരു ടൈം, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങളെ സെൽഫിനെ നോക്കി സംസാരിക്കുക. ഫസ്റ്റ് ദിവസം നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും അത് നമുക്ക് നമ്മളോട് തന്നെ തോന്നും, അത് എന്താണിത്, ഞാനാണോ ഇത് മോശമല്ലേ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ആവില്ലല്ലോ, അങ്ങനത്തെ നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു വരുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും ആ കാര്യത്തിനോട്, പിന്നെ നിങ്ങൾ സെൽഫ് അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. ഞാനിത് ഇത്രയും ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം, പല സ്റ്റുഡൻസും നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, മാം ഇത് ചെയ്തു നോക്കിയിരുന്നു പക്ഷേ കണക്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ റീസൺ ഫസ്റ്റ് നമുക്ക് കണക്ഷൻ കിട്ടൂല, അത് പതിയെ ബിൽഡായി വരുന്നതാണ്. പിന്നെ അതുപോലുള്ള അഫർമേഷന് നമ്മൾ റിഫ മാം സെഷന്റെ ഇടയിൽ പറഞ്ഞല്ലോ, നമ്മൾ ഡെയിലി നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ എഴുതാം. ഇപ്പോൾ സംസാരിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും നമുക്ക്. ഐ ആം നോ ഹാപ്പി ഫോർ മൈ ഇൻക്രീസിങ്, സോറി, ഐ ആം നോ ഹാപ്പി ഫോർ, ഒറ്റ മിനിറ്റ്.
ഐ ആം ഹാപ്പി ഫോർ സ്പീക്കിംഗ് ഫ്രീക്വൻ്റ്ലി എന്നുള്ള രീതിയിൽ നമ്മളെ ലിമിറ്റേഷനെ ബ്രേക്ക് ചെയ്ത് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി തുടങ്ങും. നമ്മളെ സെൽഫിനോടുള്ള ടോക്കിലും അത് കൊണ്ടുവരിക. അതൊക്കെ സെൽഫ് കോൺഫിഡൻസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ റുക്സാന മാം എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മിനിറ്റ്. പ്രിയപ്പെട്ട ഒരാളിൽ നിന്നും ഉണ്ടായ വേദനിപ്പിച്ച കാര്യം മറന്നു അയാളോടൊപ്പം ജീവിക്കാൻ എന്തു ചെയ്യാം? അത് നമ്മളിപ്പോ പറഞ്ഞ് അത് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഉണ്ട് എന്നില്ല നമ്മളെ മനസ്സിലാക്കാന്നില്ലാണ്. ഷിബിലി മാം ആണോ സേറാണോ എനിക്ക് അറിയില്ല കേട്ടോ, സോറി. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിനെ സ്വീകരിക്കാം. എനിക്ക് അയാളിൽ നിന്നും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം. കാരണം നമ്മളത് മറന്നിട്ട് എനിക്കത് ഉണ്ടായിട്ടില്ല എന്നുള്ള എത്രത്തോളം നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ആ കാര്യത്തിൽ ഫെയിലിയർ ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആ കാര്യം അത്രയും സോറി നമ്മൾ ആ കാര്യത്തിൽ അത്രയും നമ്മളെ വീണ്ടും ഇത് ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യാം. ആ, അത് മറക്കുക എന്നുള്ളത് നമ്മളോട് ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള സംഭവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആ ആൾക്ക് ഹൃദയം അറിഞ്ഞ് പൂർണ്ണമായിട്ട് പുറത്തു കൊടുക്കാൻ തയ്യാറാണെന്നില്ല. അത് വാക്കുകളിലല്ലാണ്ട് നമ്മളൊക്കെ പ്രോസസ് ആയിട്ട് പറയാറുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റിലാവല്ലോ നിങ്ങൾ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവുക, അത് കംപ്ലീറ്റ്ലി ഒരു പേപ്പറിലേക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അത് എഴുതിയതിനു ശേഷം അത് നമ്മളെ മുന്നിൽ ഇരുന്ന് കത്തിക്കാം. ആ ഒരു അപ്പൊ അത് കത്തി പോകുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ നിന്നും ആ ഒരു വലിയ പെയിന് പോവാന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഇത് ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഫോർഗിവ്നെസ് നിങ്ങൾക്ക് വർക്ക് ആവുള്ളൂ, ഇതൊക്കെ എഫക്റ്റ് ഉള്ള കാര്യം മനസ്സിലാവുള്ളൂ. കുറെ ആൾക്കാർ ഇതൊന്നും ചെയ്താൽ ശരിയാവാത്ത സംഭവങ്ങൾ എന്നൊക്കെ പറയലുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കാം. ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യനിലെ ആൻസറാണ് ഞാൻ പറഞ്ഞത്. ആ വേദനിപ്പിച്ച കാര്യം, ആ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ മൈൻഡിൽ കാലിലേക്കും എന്തൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ അതൊക്കെ ഒരു പേപ്പറിൽ കംപ്ലീറ്റ്ലി എഴുതാം. എഴുതുന്ന സമയത്ത് നമുക്ക് ഒന്ന് ക്ലാരിറ്റി കിട്ടും. പിന്നെ ഇങ്ങനത്തെ ഒരു ഫോർഗീവ്നെസ് മോഡലൊക്കെ എഴുതുമ്പോൾ നമ്മൾ കുറെ ആശ്വാസമാവും. നമ്മൾ അകം ശാന്താണെങ്കിൽ നമുക്ക് പുറമേയില്ല നമ്മളെ ബാധിക്കില്ല എന്ന് പറയുമല്ലോ. നമ്മളെ ഉള്ളിൽ ഈ ഒരു പ്രശ്നത്തെ അംഗീകരിച്ച് സോൾവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫോർഗീവ്നെസ് ജേർണൽ പ്രാക്ടീസ് ചെയ്യാൻ. പിന്നെ ഡിസ്ക്ലൈമർ പോലെ പറയാനില്ല, ഇത് ഞാൻ പറയുന്ന പോലെ നമുക്ക് ബന്ധങ്ങളാവുന്ന സമയത്ത് അത്ര ഈസി അല്ല. അതിനുള്ള സമയം കൊടുക്കുക. ഒരു ദിവസം കൊണ്ട് അവർ വേദനിപ്പിച്ച കാര്യം മറന്നിട്ട് നമുക്ക് മാറാനോ ഒന്നും പറ്റൂല എന്നുള്ള റിയാലിറ്റി ഉണ്ടല്ലോ. അതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സമയമെടുത്ത് ചെയ്യുക. നമ്മൾ പതിയെ അതിന് ബേക്കപ്പ് ആയത് വരും. ഒരു ടൈം എടുക്കുന്നുണ്ടാവും. നമ്മളെ ഉള്ളിൽ ആ ഒരു വേദന കയറിയിട്ടുള്ള ആഴത്തിനനുസരിച്ചിട്ട് ഒരു ടൈം ഉണ്ടാവും. ആ ഒരു ടൈമിന് നമ്മൾ സെൽഫിന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാതില്ലാണ്. അതന്നെയായിരുന്നു ഒരാളെ മറക്കാൻ എന്തു ചെയ്യണം. ആ ഒരു ഇതുപോലെ കണക്ട് ചെയ്തിട്ടുള്ള റീസൺ ആണ് പറയാന്നുള്ളത്. പിന്നെ അമലിക്ക് സുശീൽ പറയുന്ന പോലെ എന്തിന്റെ പേരിലെങ്കിലും മറക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നമുക്കറിയില്ല. പൊറുക്കാൻ പറ്റുന്ന തെറ്റുകളോടാണെങ്കിൽ മാക്സിമം പുറത്തു കൊടുക്കാന്നുള്ളതാണ്. ഞാൻ അടിച്ചേൽപ്പിക്കുന്നല്ല കേട്ടോ, കാരണം നമുക്ക് നിങ്ങളെ സിറ്റുവേഷൻ അറിയാത്തതുകൊണ്ട് ഇതിൽ നിങ്ങൾ ഇന്ന ആക്ഷൻ എടുക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാന്നുള്ളതാണ്. ജസീറ മാമിന് ചെറിയൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കിട്ടിയോ? മനസ്സിലായോ എന്താണ് ഉദ്ദേശിച്ചിട്ട് എന്നില്ലേ റുക്സാന മാമിനും? പിന്നെ അതേപോലെ നമ്മളിപ്പോ ജിസിറാം ചോദിച്ചല്ലോ അയാളോടൊപ്പം ജീവിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അയാളെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ നമ്മള് ഒരു വഴക്കിട്ട് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം അയാൾ ചെയ്ത നമ്മളെ അതായത് നമ്മളോട് ചെയ്തിട്ടുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമുക്ക് ഓർമ്മ വരിക അല്ലെ. നമ്മളോട് അതായത് നമ്മളെ പരിഗണിക്കാത്ത കാര്യങ്ങളോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ തെറ്റിയിട്ട് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് വരിക. പകരം ആ ഒരു ചിന്തകളൊക്കെ മാറ്റിയിട്ട് അയാളെ ചെയ്തു തന്നിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതിനെക്കുറിച്ച് അതായത് അയാളെ ചെയ്തു തന്ന കാര്യങ്ങളെ കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എഴുതി പോവുക കേട്ടോ. അതും നമ്മൾ അയാളോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ്. ഗ്രാറ്റിറ്റ്യൂഡ് അതിനോട് കണക്ട് ചെയ്ത് പറയുന്ന ഒരു സംഭവം നമ്മൾ ചിലർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മൾ എത്രയൊക്കെ മോശമാണെങ്കിലും നമുക്ക് അയാൾ ചെയ്തെന്ന് നല്ല കാര്യങ്ങൾ ഉണ്ടാവും. നമ്മള് ഇല്ല ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വാങ്ങുന്ന ഭക്ഷണം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ മക്കളുണ്ടെങ്കിൽ നമ്മളെ മക്കൾ നമുക്ക് അയാൾ അവർ വഴിയാണ് കിട്ടിയിട്ടില്ല ആ ഒരു സംഭവം ഉണ്ടാവും. പിന്നെ നമുക്ക് അവിടെ തന്നെ കിട്ടിയിട്ടുള്ള കുറെ ബന്ധങ്ങൾ ഉണ്ടാവും, കുറെ നല്ല കാര്യങ്ങൾ. മോശം ഉണ്ടാവും, അതിനോടൊപ്പം നല്ലതുകളും ഉണ്ടാവും. അത് അത് ഉള്ളതാണത്. നമ്മൾ ഇന്നമായി യൂസിച്ച് ആ പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ദുഃഖങ്ങൾ സങ്കടങ്ങളോടൊപ്പം എന്തായാലും സന്തോഷങ്ങളുണ്ട്. അപ്പൊ അതിനെ എണ്ണി ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആ വ്യക്തിനായിട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് പഠിച്ചോണേ എനിക്ക് അവരുമായിട്ട് ഓക്കെ ആവുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ചെയ്ത് നിന്ന സമയത്ത് നിങ്ങളിങ്ങനെ എഴുതി വെച്ച ഒരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതൊന്ന് റിക്കവർ ആവാൻ ആളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഈസി ആവും. അതായത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ
ഏറ്റവും ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ലിസ്റ്റായി തന്നെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കും. അത് നമുക്കൊരു റിയലൈസേഷനും കൂടെ ആവും. ആൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എനിക്ക് ചെയ്തു തന്നിട്ടില്ലേ. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്ത് ഒന്നുകൂടി ഡിസ്ക്ലൈമർ ആയിട്ട് പറയുന്നുണ്ട്, നമ്മളൊരു ബന്ധത്തിൽ നിങ്ങൾ കടിച്ചു തൂങ്ങി നിങ്ങൾ ഏറ്റവും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആവുന്നുള്ള രീതിയിലൊന്നും അല്ല കേട്ടോ പറയുന്നത്. കാരണം നമുക്ക് രണ്ട് സിറ്റുവേഷനും അറിയാത്തത് കൊണ്ട് ഒരു ഇങ്ങനെ തന്നെ ചെയ്യൂ എന്നുള്ള തീരുമാനം നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ. അതുകൊണ്ട് രണ്ടും മറ്റേ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടി നിൽക്കാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഫാസിയ മാം പറയുന്നുണ്ട് ഫോർഗീവ്നെസ് നല്ലൊരു ടൂളാണ്, എനിക്ക് നല്ല രൂപത്തിൽ വർക്ക് ആയിട്ടുണ്ട്. യെസ്, അതെ അതെ, കുറെ ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഫോർഗീവ്നെസ് എന്നില്ല. മറ്റുള്ള മനുഷ്യര് ആ ഒരു കണക്ഷൻ ആ റിലേഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, ഷിബിലി മാം ഓർ ഷിബിലി സർ, നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഒരു ചെറിയ ഐഡിയ കിട്ടിയോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇപ്പോൾ എന്നില്ലേ? ക്ലിയർ ആയി. ഓക്കെ ഓക്കെ, എന്നാൽ പറ്റുന്ന പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞു തന്നത് ഇപ്പൊ ഞാൻ റിഫൈൻ പറഞ്ഞാൽ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. സിമ്പിൾ ആയി തോന്നുന്ന ഒന്നെടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യത്തിൽ കൂടുതൽ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒന്നും കൂടെ കണക്റ്റ് ഒക്കെ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടുള്ള നമ്പർ ഇല്ലേ, അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവരും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ കുറെ ചെറിയ ചെറിയ ശീലങ്ങളൊക്കെ നമ്മൾ ആ ഒരു സക്സസിലേക്ക് എത്തിക്കാനും അതേപോലെ ഹെൽത്തി മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ നമ്മൾ അതിന് ഒരു പുസ്തകമുണ്ട്, യുണീക്നെസ് ഹാബിറ്റ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ബുക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ ഇതേപോലെ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അതേപോലെ സ്പിരിച്വാലിറ്റി കാര്യങ്ങൾ, പിന്നെ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബുക്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അതെ അതെ, അതൊരു ക്ലാരിറ്റി ഇല്ലാത്തവർക്കൊക്കെ ഇപ്പൊ ചിലർക്ക് ഉണ്ടാവില്ല, കുറെ പ്ലാൻ ഉണ്ട്, ഒന്നും വർക്ക് ആവില്ല, അല്ലെങ്കിൽ ഞാൻ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് അറിയില്ല എന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു മനുഷ്യർക്ക് നമുക്ക് ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിട്ടൊക്കെ തരാൻ പറ്റുന്ന ഒരു പുസ്തകമാണത്. കാരണം അതിൽ നിങ്ങൾ മോർണിംഗ് എന്ത് ചെയ്യണം, ഈവനിങ് എന്ത് ചെയ്യണം, നിങ്ങൾ ഡെയിലി എന്തൊക്കെ ചെയ്തിരിക്കണം എന്നുള്ള കംപ്ലീറ്റ് സ്ട്രക്ചറാണ്. ഒരു ജേർണൽ മോഡിലാണ് അതില്ല. അത് ടിക്ക് മാർക്ക് ചെയ്ത് പോകുന്ന രൂപത്തിൽ അതിലുണ്ട് ഡെയിലി ഷീറ്റിൽ. അതുപോലെ എഴുതാൻ പറ്റുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഉണ്ട്. അപ്പൊ അത് ആവശ്യമുള്ളവർക്ക് കണക്ട് ചെയ്യാം കേട്ടോ. സിംപ്ലി ഒരു ജേർണലാണ്. നമ്മൾ പോകുന്ന വഴി പ്രൊഡക്ടിവിറ്റിയിലാണോ, അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാനും എനിക്ക് എവിടെയാണ് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉള്ളതെന്നില്ല മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അഫ്സൽ സർ 9 വർഷങ്ങളുടെ ശീലങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയിട്ടില്ല, ഒരു 2 പേജിൽ 100 ദിവസത്തേക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പറ്റുന്നവരൊക്കെ അത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അത് കണക്ട് ഒന്ന് പ്രൊഡക്റ്റീവ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പെട്ടെന്ന് തന്നെ ബാക്ക് ടു ട്രാക്ക് ആവാനും അല്ലെങ്കിൽ സ്റ്റെക്ക് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ. ജസീറ മാം പറയുന്നുണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അടിപൊളി ബുക്കാണ്. താങ്ക് യു ജസീറ മാം, താങ്ക് യു. ആള് വാങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ പുസ്തകം കിട്ടണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് 8137023966. 8137023966. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ പൊങ്ങിൽ പറഞ്ഞല്ലോ കുറെ ഓവർ തിങ്കിങ് ഉള്ളവരുണ്ട് ഇവിടെ. മിസ്നന്റെ ആണോ മിസ്സിന്റെ ആണോ? ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള നമ്പർ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന നമ്പറാണ് കേട്ടോ. പിന്നെ നിങ്ങൾ നമ്മളെ ഗ്രൂപ്പ്സിൽ മെയിൻ ഗ്രൂപ്പിൽ അഡ്മിൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നമ്പറും കിട്ടും. അവിടെ ഇപ്പം ഇന്ന് ക്ലാസ് എടുത്ത റിഫ് മാമിന്റെ നമ്പർ ഉണ്ടാവും, മുർഷിന്റെ ഉണ്ടാവും, ഷഫ്സിൽ ചേർത്ത് ഉണ്ടാവും, എല്ലാവർക്കും കിട്ടും. നിങ്ങൾ മിസ്സിന്റെ ആണോ മിസ്സിന്റെ ആണോ എന്ന് ഉദ്ദേശിച്ച് മനസ്സിലായില്ല, അതാണ്. ഫൗസിയ മാം ഞാനും വാങ്ങിയിരുന്നു, നല്ലൊരു ജേർണൽ ബുക്കാണ്, എല്ലാ ഡയമെൻഷൻസും അതിലുണ്ട്. താങ്ക് യു ഫൗസിയ മാം. റുക്സറ മാം നമ്പർ 818137023966. അതായിരുന്നു കേട്ടോ. എൻ്റെ പേര് മിസ്ന എന്നുള്ളതായിരുന്നു. ആ നമ്പർ ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വെച്ചത് ഓവർ തിങ്കിങ്, ക്ലാരിറ്റി ഇല്ല, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നറിയില്ല, അങ്ങനെയൊക്കെ ഡൗട്ട് ഉള്ള ഒരാളെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു 100 ദിവസത്തെ സപ്പോർട്ടോട് കൂടി ജോയിൻ ചെയ്യാൻ പറ്റിയ പ്രോഗ്രാമാണ് യുണീക്നെസ് കോഡ് എന്നില്ല. ഇത് ഇന്ന് പ്രൊമോഷനായി പറയണമെന്ന് കരുതിയ സംഭവമൊന്നുമല്ല കേട്ടോ. നമ്മളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്താണ്. നെക്സ്റ്റ് 17ാമത്തെ ബാച്ച് ഇൻഷാല്ല ജനുവരി 11 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത
ജനുവരി 11 അടുത്ത ചൊവ്വാഴ്ചയും തോന്നുന്നു ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റി ഉണ്ട് ഓരോരുത്തർക്കൊന്നും പറയില്ല, വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ളവരാണെന്നൊക്കെ ഉള്ള. അപ്പൊ അത് കണ്ടെത്തുന്ന രീതിയിൽ സെപ്പറേറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മളൊരു പ്രോഗ്രാമാണ്. 17ാമത്തെ ബാച്ചാണ് ഇൻഷാല്ല വരുന്നത്. അപ്പോൾ മുന്നേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളുകളുടെ റിവ്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഗൂഗിൾ റിവ്യൂസിലും ഇൻസ്റ്റഗ്രാമിന്റെ ഹൈലൈറ്റിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പൊ അതിലാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കണക്ട് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അവിടെയുള്ള ഹൈലൈറ്റ് നമ്മളെ ലൈഫിൽ എല്ലാ ഡയമെൻഷൻസിലേക്കുള്ള ഗ്രോത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു യുണീക്ക് എബിലിറ്റി നമ്മൾ പറഞ്ഞല്ലോ, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഏത് വഴി കൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഒരു 1-to-1 കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. നിങ്ങളും അഫ്സൽ സാറും ഇരുന്നിട്ടുള്ള ഒരു സിറ്റിംഗ് ഉണ്ട്. പിന്നെ 100 ദിവസം നമ്മളെ മെന്റർ സപ്പോർട്ട് ഉണ്ട്. നമ്മൾ വീക്കിലി 3 ത്രൈസ് നമ്മൾ നിങ്ങളെ കണക്ട് ചെയ്യും മെന്റേഴ്സ്. നിങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നൊക്കെയുള്ള ഇന്റൻഷനിൽ. അപ്പോൾ കാരണം നമുക്കൊക്കെ പലപ്പോഴും ഒരു പുഷാണ് ആവശ്യം, എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാനൊക്കെ. അപ്പൊ അതും കൂടെ ഇവിടെ ആ ഒരു പ്രോഗ്രാമിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ യൂണിക് ടോക്കിൽ ഇപ്പൊ ഈ ശനിയാഴ്ച നടക്കുന്ന ഫ്രീ ക്ലാസ് ഉണ്ടല്ലോ, അവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആവാനുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഇവിടെയും നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരിക്കലും പെയ്ഡ് സെഷൻസിൽ ഇത് പറയണം, ഫ്രീ ടോക്ക് ഇത് പറയണം, അങ്ങനെ സെപ്പറേറ്റ് ആക്കാതെ ക്ലാസിഫൈ ചെയ്യാറൊന്നുമില്ല. എന്താണോ നമ്മളെ മൈൻഡിൽ വരുന്നത് അതൊക്കെ പറയാറാണില്ലേ. ഇനി നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഡൗട്ട് ചോദിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് മെല്ലെ സെഷൻ വൈൻഡപ്പ് ചെയ്യാറുണ്ടോ? പിന്നെ ഇതിലില്ലേ നമ്മളെ, അതായത് ഞാനൊരു കാര്യം വിട്ടുപോയതാണ്. നമ്മളെ തോട്ട്സ് കാര്യങ്ങളൊക്കെ എഴുതി, അതായത് നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട് എഴുതി വെക്കാൻ വേണ്ടി ശീലിക്കുക. അതായത് ഇപ്പോ നമ്മൾ ആ ഒരു ദിവസത്തെ ചെറിയ ചെറിയ നേട്ടങ്ങളായിരിക്കും. അതേപോലെ നമുക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും തോട്ട്സോ കാര്യങ്ങളോ എഴുതുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് ബുക്ക് വായിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് എഴുതാനുള്ള കഴിവുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമ്പർ ഒന്നുകൂടി പറഞ്ഞു കൊടുക്ക്, ടൈപ്പ് ചെയ്ത് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളും അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ അതേപോലെ നമുക്കേറ്റ മുറിവുകളൊന്നും ദയവായി എഴുതാതിരിക്കുക. കാരണം ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. 2 കൂട്ടുകാരന്മാര് ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അതില് ഇവര് വഴക്കിടാണ്. 2 കൂട്ടുകാരന്മാർക്കിടയിൽ ഒരു വഴക്കുണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെ വഴക്കില് അയാൾ എഴുതി വെക്കുകയാണ്. അയാൾ മണ്ണിലാണ് വഴക്കുണ്ടായ സംഭവം എഴുതി വെക്കുന്നത്. പിന്നെ അതേ കൂട്ടുകാരന്മാര് ഒരാൾ അപകടത്തിൽ പെടുമ്പോ മറ്റൊരാൾ രക്ഷിക്കുകയാണ്. അപ്പൊ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ പാറക്കല്ലില്, അതായത് ഇയാൾ ചെയ്തു കൊടുത്ത ഉപകാരം പാറക്കല്ലിൽ എഴുതി വെക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഈ കഥ. ഇപ്പൊ പാറക്കല്ലിൽ എഴുതി വെക്കുകയാണ്. തിരിച്ചു വരുമ്പോ മണ്ണിൽ എഴുതിയത് കാണാനില്ല. മണ്ണിൽ എഴുതിയത് സ്വാഭാവികമായിട്ടും മാഞ്ഞു പോവുമല്ലോ. പാറക്കല്ലിൽ എഴുതിയത് അതേപോലെ ഉണ്ട്. അപ്പൊ നമ്മള് മാക്സിമം മുറിവുകളൊന്നും എഴുതാതിരിക്കുക. മുറിവുകൾ എഴുതിയാൽ തന്നെ അത് നേരത്തെ ഫോർഗീവ്നെസ് ജേണലിൽ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് അതേപോലെ കത്തിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. വേദനകളൊന്നും നമ്മൾ കീപ്പ് ചെയ്യാണ്ടിരിക്കുക. കാരണം പിന്നീട് നമ്മളത് വായിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ വരുന്ന നല്ല തോട്ട്സും കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കാൻ വേണ്ടി ശീലിക്കുക കേട്ടോ. ഞാൻ അതിൽ വിട്ടുപോയതാണ്. ഓക്കെ മാം, താങ്ക് യു. നമ്മളെ നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഒരാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ സോറി. 8137023966. 8137023966. കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ റുക്സാന മാം, താങ്ക് യു. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ കാര്യങ്ങളോ ഉണ്ടോ? എല്ലാരും ഓക്കെ ആണല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം. അടുത്ത യൂണിക് ടോക്കിലും ജോയിൻ ചെയ്യുക, അടിപൊളിയാക്കാം. താങ്ക് യു സോ മച്ച്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.